പസഫിക് സമുദ്രത്തിലെ തിരമാലകൾക്കിടയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾക്കകലെ യാപ്പ് എന്നൊരു കൊച്ചു ദ്വീപുണ്ട്. അവിടെയുള്ള മനുഷ്യർ പണമായി ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? നോട്ടുകളല്ല, നാണയങ്ങളുമല്ല, ഭീമാകാരമായ ചുണ്ണാമ്പുകല്ല്, റായ് സ്റ്റോൺസ് എന്നാണ് ഇവയെ വിളിച്ചിരുന്നത്. ചില കല്ലുകൾക്ക് വലിയ ഒരു കാളയുടെ അത്ര വലിപ്പമുണ്ടാവും. 4 ടണ്ണിലധികം ഭാരവും. 4 ടൺ ഭാരമുള്ള കല്ല് പണമോ? ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിരിച്ചേക്കാം. ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ചിരിക്കുന്നതിന് മുമ്പ് ഈ കഥ മുഴുവൻ കേൾക്കണം. കാരണം ഇത് ചിരിക്കാനുള്ളതല്ല, ചിന്തിക്കാനുള്ളതാണ്. ഒരു കാര്യം, ഇത് പണത്തെ പറ്റിയുള്ള ഒരു തുടർ പഠനമാണ്. ഇതിനു മുമ്പുള്ള ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട ശേഷം ഇത് കാണുന്നതാണ് നല്ലത്. ലിങ്ക് കമന്റിൽ കൊടുത്തേക്കാം. ഈ കല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ യാബ് ദ്വീപിൽ ഈ ചുണ്ണാമ്പ് കല്ലുകൾ ലഭ്യമല്ലായിരുന്നു. 400 മൈലുകൾക്കപ്പുറത്തുള്ള പാലാവു എന്ന ദ്വീപിൽ പോയി കല്ല് വെട്ടിമാറ്റി ചെറിയ വഞ്ചികളിൽ ജീവൻ പണയപ്പെടുത്തി വേണമായിരുന്നു ഇവ കൊണ്ടുവരാൻ. കൊടുങ്കാറ്റും കൂറ്റൻ തിരമാലകളും നിറഞ്ഞ ആ കടൽ യാത്രയ്ക്കിടെ പലരും ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുമായിരുന്നു. കല്ലും മനുഷ്യരും സഹിതം വഞ്ചികൾ കടലിൽ മുങ്ങിപ്പോയി. ഒരു കല്ല് ദ്വീപിലെത്താൻ എത്രത്തോളം അപകടങ്ങൾ അതിജീവിക്കുന്നുവോ അത്രത്തോളം ആ കല്ലിന്റെ മൂല്യം കൂടും. ചുരുക്കത്തിൽ കഷ്ടപ്പാട് തന്നെയായിരുന്നു ഇവിടെ കറൻസി. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ സ്വന്തം വീട് വിട്ട് കടൽ കടന്ന് അപരിചിതമായ ഒരിടത്ത് പോയി ജീവിതം പണയം വെച്ച് കഷ്ടപ്പെടുന്നു, നാട്ടിലുള്ളവർക്ക് വേണ്ടി സമ്പാദ്യം ഉണ്ടാക്കാൻ. ഇത് യാബ് ദ്വീപുകാരന്റെ കഥ മാത്രമല്ല, ഇത് ശരിക്കും നമ്മൾ ഗൾഫ് മലയാളികളുടെ കൂടി കഥയാണ്. വീടിനു വേണ്ടി വീട് വിട്ട് കടൽ കടന്നവരാണ് നാം. ഈ വീടുകളാണ് പിന്നീട് കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായി മാറി. ഉറക്കമൊക്കെ മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിലും ചിലപ്പോഴൊക്കെ വീഡിയോ കോളിലും മാത്രം കണ്ട് കടന്നുപോയ 10-20 വർഷങ്ങൾ. നിങ്ങളുടെ NRI അക്കൗണ്ടിലെ ഓരോ രൂപയിലും അദൃശ്യമായി നിങ്ങൾ സഹിച്ച ഈ കഷ്ടപ്പാടുകളെല്ലാം പതിഞ്ഞു കിടപ്പുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ അത് കുറെ അക്കങ്ങൾ മാത്രമായിരിക്കാം. പക്ഷേ യാപ്പുകാരന്റെ കല്ല് പോലെ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ യഥാർത്ഥ മൂല്യം അതിനു പിന്നിലെ ആ വലിയ ത്യാഗമാണ്. ഇനി ഈ കഥയിലെ ഏറ്റവും രസകരമായ ഭാഗം, 4 ടൺ ഭാരമുള്ള ഒരു കല്ല് എങ്ങനെയാണ് കച്ചവടത്തിന് ഉപയോഗിക്കുക? എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ കൂറ്റൻ കല്ല് ചുമന്ന് കടയിൽ പോകാൻ പറ്റുമോ? അവിടെയാണ് യാബ് ദ്വീപുകാരുടെ ബുദ്ധി. അവർ ഈ കല്ലുകൾ ഒരിടത്തു നിന്നും മാറ്റിയിരുന്നില്ല. കല്ല് എവിടെയാണോ ഉണ്ടായിരുന്നത് അത് അവിടെ തന്നെ കിടക്കും. അവർ ഉടമസ്ഥാവകാശം അഥവാ ഓണർഷിപ്പ് മാത്രം കൈമാറും. ആ കവലയിൽ കിടക്കുന്ന കല്ലിന്റെ പകുതി ഭാഗം ഇനി മുതൽ നിന്റേതാണ് എന്ന് വാക്കാൽ ഒരു കരാർ. ദ്വീപിലെ എല്ലാവരും അത് അറിയും, എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യും. അതായത് പണം എന്നത് ആ കല്ലല്ല, മറിച്ച് ആ കല്ല് ആരുടേതാണ് എന്നുള്ള ദ്വീപുകാരുടെ ഒരു പൊതുവായ ധാരണ മാത്രമാണ്. ഒരു വലിയ വിശ്വാസം. ഈ വിശ്വാസം എത്രത്തോളം ശക്തമായിരുന്നു എന്നതിനൊരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഒരു സംഘം യാബ് ദ്വീപുകാർ വലിയൊരു കല്ലുമായി മടങ്ങി വരുമ്പോൾ കൊടുങ്കാറ്റിൽപ്പെട്ട് ആ കല്ല് കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. കാണാനോ തൊടാനോ ഇനി തിരിച്ചെടുക്കാനോ കഴിയില്ലാത്ത വണ്ണം അത് നഷ്ടപ്പെട്ടു. അതെ, സാധാരണ ലോജിക്ക് വെച്ച് ആ പണം നഷ്ടപ്പെട്ടു. പക്ഷേ ദ്വീപുകാർ അത് അംഗീകരിച്ചില്ല. അത് കടലിനടിയിലുണ്ടെന്ന് വഞ്ചിയിലുണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തി. ദ്വീപ് അത് വിശ്വസിച്ചു. ആരും കാണാത്ത കടലിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന ആ കല്ല് തലമുറകളോളം അവിടെ മൂല്യമുള്ള പണമായി നിലനിന്നു. ഉടമസ്ഥാവകാശം മാറിക്കൊണ്ടേയിരുന്നു. കല്ല് കടലിനടിയിൽ തന്നെ കിടന്നു. ഭൗതികമായ സാന്നിധ്യത്തെക്കാൾ ജനങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് ഇവിടെ പണമായി പ്രവർത്തിച്ചത്. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ തുറന്ന് നിങ്ങളുടെ ബാങ്ക് ആപ്പ് ഒന്ന് നോക്കൂ. അവിടെ കാണുന്ന ആ ലക്ഷങ്ങളും കോടികളും എവിടെയാണ്? അത് നോട്ട് കെട്ടുകളായി ബാങ്കിന്റെ ലോക്കറിൽ ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊരു കമ്പ്യൂട്ടർ സെർവറിലെ ഡിജിറ്റൽ അക്കം മാത്രമാണ്. നിങ്ങൾക്കത് തൊടാൻ കഴിയുന്ന ഒരു ഫിസിക്കൽ അസറ്റായി അവിടെ ഇപ്പോൾ അതില്ല. കടലിൽ മുങ്ങിയ ആ റായ് സ്റ്റോണും നിങ്ങളുടെ ബാങ്ക് ആപ്പിലെ ആ ഡിജിറ്റൽ അക്കവും ഒരേ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. യാബ് ദ്വീപുകാർ കല്ലിൽ വിശ്വസിച്ചു, നിങ്ങൾ സെർവറിലെ അക്കങ്ങളിൽ വിശ്വസിക്കുന്നു. പണമെന്നത് ലോഹമോ കടലാസോ കല്ലോ ഒന്നുമല്ല, അത് മനുഷ്യർക്കിടയിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ്, ഒരു സോഷ്യൽ എഗ്രിമെന്റ്. പക്ഷേ ഈ സിസ്റ്റത്തിന് ഒരു അപകടമുണ്ടായി. 1800-കളിൽ വിദേശികൾ ആധുനിക ഉപകരണങ്ങളുമായി യാപ്പിൽ വന്നു. അവർ
കപ്പലുകളും ഇരുമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ കല്ലുകൾ ദ്വീപിലെത്തിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചു? ദ്വീപിൽ കല്ലുകളുടെ എണ്ണം പെരുകി. യാബ് ദ്വീപുകാർ തലമുറകളായി ജീവൻ പണയം വെച്ച് കൊണ്ടുവന്ന പഴയ കല്ലുകളുടെ മൂല്യം ഒറ്റയടിക്ക് ഇടിഞ്ഞു. അവർ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല. പക്ഷേ മറ്റാരോ അധ്വാനമില്ലാത്ത കല്ലുകൾ ഇറക്കുമതി ചെയ്തപ്പോൾ അവരുടെ ജീവിതകാലത്തെ കഷ്ടപ്പാടുകൾ മുഴുവൻ ഉരുകിപ്പോയി. വിശ്വാസത്തിൽ വിള്ളൽ വീണു. കല്ലുകൾ വെറും പാറക്കഷ്ണങ്ങളായി മാറി. ഇന്ന് ലോകത്ത് നടക്കുന്നതും ഇതാണ്. വിദേശികൾ യാപ്പിൽ കല്ലുകൾ കൊണ്ടുവന്നതുപോലെ സർക്കാരുകളും സെൻട്രൽ ബാങ്കുകളും ഒരു കഷ്ടപ്പാടുമില്ലാതെ കമ്പ്യൂട്ടറിൽ പണം ടൈപ്പ് ചെയ്തുകൊണ്ട് അത് ഉണ്ടാക്കപ്പെടുന്നു. അതെങ്ങനെയാണ് നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. അവർ കൂടുതൽ പണം പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 15ഉം 20ഉം വർഷം ജീവിതം പണയം വെച്ചുണ്ടാക്കിയ ആ പഴയ പണത്തിന്റെ മൂല്യം ചോർന്നു പോകും. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ സിസ്റ്റത്തിന്റെ ഘടന അങ്ങനെയാണ്. യാബ് ദ്വീപുകാർക്ക് ആ കല്ല് കണ്ണുകൊണ്ട് കാണാമായിരുന്നു. നമുക്ക് ഈ അക്കങ്ങൾ പോലും ആപ്പിൽ ലോഗിൻ ചെയ്യാതെ കാണാൻ കഴിയില്ല. ഈ യാബ് ദ്വീപിന്റെ കഥ കേവലം ഒരു തമാശയല്ല. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. ലോകപ്രശസ്തരായ കെയ്ൻസിനെയും മിൽട്ടൺ ഫ്രെഡ്മാനെയും പോലെയുള്ളവർ ഒരേ സ്വരത്തിൽ പറഞ്ഞത്, ആധുനികർ എന്ന് അവകാശപ്പെടുന്ന നമ്മളെക്കാൾ നന്നായി പണം എന്താണെന്ന് ആ യാബ് ദ്വീപുകാർ മനസ്സിലാക്കിയിരുന്നു. പണം ഒരു വസ്തുവല്ല, അതൊരു വിശ്വാസമാണ്. അപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു പ്രവാസി അതിൽ നിന്ന് എന്ത് പഠിക്കണം? ഒന്ന്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരു സ്ഥിരമായ സംഖ്യയല്ല, അതിന്റെ മൂല്യം പണപ്പെരുപ്പത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 2, നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഒരുമിച്ച് ഒറ്റ രൂപത്തിലോ ഒറ്റ കറൻസിയിലോ ഇടുന്നത് വലിയ റിസ്ക് ആണ്. 3, ഏറ്റവും പ്രധാനം, ബിസിനസ്സിൽ പണത്തേക്കാൾ വിലയുള്ളത് നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന വിശ്വാസമാണ്, ട്രസ്റ്റ്. പണം യാപ്പിലെ കല്ലുകൾ പോലെ ഉരുകിപ്പോയേക്കാം, പക്ഷേ യഥാർത്ഥ ത്യാഗത്തിലൂടെ കെട്ടിപ്പടുത്ത മൂല്യങ്ങൾ എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് യാബ് ദ്വീപുകാരുടെ ആ പഴയ കഥ നമ്മൾ ഇന്നും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. പണം ഒരു വിശ്വാസമാണെന്ന് നമ്മൾ കണ്ടു. എങ്കിൽ ഈ വിശ്വാസം എങ്ങനെയാണ് ചരിത്രത്തിൽ തുടങ്ങിയത്? സ്കൂളിൽ നമ്മൾ പഠിച്ച ബാർട്ടർ എന്ന സിസ്റ്റം സത്യമാണോ? ലോകത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു സിസ്റ്റം ആദ്യമായി പണത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അപ്പോൾ പിന്നെ എന്തായിരുന്നു പണത്തിന് മുമ്പ് ഉണ്ടായിരുന്നത്? ഇതൊക്കെ അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം.